നമ്മുടെ അല്പസമയത്തെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി 2 കൊരിന്ത്യർ 4:7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങളെല്ലാം ഇപ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഏറ്റവും മനോഹരമായ പ്രഭാതത്തിനായി സ്തോത്രം. വിശുദ്ധ സന്നിധാനം ചേർന്ന് വരുന്നതിന് അവിടുന്ന് ഞങ്ങളെ അനുവദിച്ച കരുണയ്ക്കായി സ്തോത്രം. ദൈവമായ കർത്താവേ, തിരുമുൻപാകെ അടിയങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ വചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ അവിടുന്ന് തുറക്കണമേ. ഇന്ന് ശമാശസ്ഥാനത്ത് നിന്നും കശിശാസ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന പ്രിയപ്പെട്ട നിരുദാസനെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉയരത്തിലെ ദൈവകൃപ ധാരാളമായി നിൻ്റെ ദാസൻ്റെ മേൽ തുറന്ന് ചൊരിയണമേ. ഈ സഭയിൽ ശുശ്രൂഷിപ്പാൻ നിൻ്റെ മകനെ വിളിച്ച് വേർതിരിച്ച അവിടുത്തെ വൈഹാ കരുണയ്ക്കായി സ്തോത്രം. ശുശ്രൂഷകളിൽ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. അഭിവന്റെ തിരുമേനിയും ചേർന്നിരിക്കുന്ന പട്ടക്കാരെയും ദൈവജനത്തെയും ഒരുപോലെ ആശീർവദിക്കണം. ഒരുമിച്ചുള്ള ധ്യാനത്തിൽ അവിടുത്തെ സാന്നിധ്യം അരുളണം. യേശുവിൻ മൂലം പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. കൊരിന്ത്യ സഭ നമുക്ക് വളരെ വേദപുസ്തകത്തിലൂടെ പരിചിതമായ സഭയാണ്. ഈ സഭ എങ്ങനെ ദൈവത്തിനായി വിളിച്ച് വേർതിരിക്കപ്പെട്ടു എന്നത് അതിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം ആരംഭിക്കുമ്പോൾ കൊരിന്തിലെ പ്രവർത്തനങ്ങളെ അവിടെ കാണുന്നു. അഥേന വിട്ട് പൗലോസും കൂട്ടരും കൊരിന്തിൽ ചെല്ലുകയും അവിടുത്തെ ശുശ്രൂഷ നടത്തപ്പെടുകയും ചെയ്യുന്നു. കൊരിന്ത് പട്ടണം സകലവിധ മ്ലേച്ഛതകളാലും നിറഞ്ഞ ഒരു പട്ടണം. ഭൗതികമായ സമൃദ്ധി അവർക്ക് വളരെയധികം ഉണ്ടായിരുന്നത് കൊണ്ട്, വളരെയധികം വ്യാപാര കേന്ദ്രങ്ങളാൽ നിറയപ്പെട്ടിരുന്നത് കൊണ്ട് അവിടെ ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് അതത്ര എളുപ്പകരം ആയിരുന്നില്ല. എന്നാൽ വിശുദ്ധ പൗലോസിൻ്റെ ഏറ്റവും സമർപ്പിതമായ ശുശ്രൂഷയാൽ അവിടെ ഒരു സഭ രൂപപ്പെടും. തുടർന്ന് ആ സഭയുടെ വളർച്ചാ കാലഘട്ടങ്ങളിൽ ആ സഭ നേരിടേണ്ടി വരുന്ന ചില പ്രതിസന്ധികൾ കാണാനായിട്ട് സാധിക്കും. അവരുടെ ഭിന്നതകൾ, മറ്റ് ജാതികളിൽ നിന്ന് അവരിൽ കടന്നുകൂടിയതായ മ്ലേച്ഛകരമായ മോശകരമായ ജീവിത ശൈലികൾ, ഇതിനെയൊക്കെ വളരെ ശക്തമായി അവരുടെ ഇടയിൽ കടന്നുകൂടിയ ദുരുപദേശങ്ങളെ നീക്കം ചെയ്യുവാൻ തക്കവണ്ണം പൗലോസ് തൻ്റെ ലേഖനങ്ങളിലൂടെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ഇന്ന് നാം ഈ വായിച്ച വേദഭാഗം ആരംഭിക്കുന്നത്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനം അത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. ഏതാണ് ഈ നിക്ഷേപം? ദിസ് ട്രഷർ ഈസ് ദ greatness of gospel of Jesus Christ and the glory of God. യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം, അത് തങ്ങളിലൂടെ വിളങ്ങി വരേണ്ടതിന് അത് തങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുകയാണ്. എർത്തൺ വെസൽസ്, മൺപാത്രം. ഇന്ന് പട്ടത്ത ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നത് കടുത്ത സമ്മർദ്ദങ്ങളുടെയും വെല്ലുവിളികളുടെയും ഒരു കാലഘട്ടത്തിലാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ധാരാളം
പ്രതികൂലതകളെ അതിജീവിച്ചെങ്കിൽ മാത്രമേ കാലാനുസൃതമായി ദൈവിക ശുശ്രൂഷ സഭയ്ക്കുള്ളിലും ദേശത്തും നിർവഹിപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു പട്ടക്കാരൻ വിളിച്ച് വേർതിരിക്കപ്പെടുന്നത് തിരുസഭയിലെ ശുശ്രൂഷയ്ക്കായിട്ടാണ്. ഇന്ന് കലവറ സ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ ഈ ശുശ്രൂഷ അത്ര എളുപ്പം നിർവഹിക്കാം എന്ന് നിർവഹിക്കാൻ കഴിയും എന്ന് നമുക്ക് വിശ്വസിപ്പാൻ സാധ്യമാണ്. ഇത് എളുപ്പകരമായൊരു ശുശ്രൂഷയല്ല. കാരണം ഈ ശുശ്രൂഷ പ്രതികൂലമായ ജീവിത സാഹചര്യങ്ങളുടെ മാറി മറിഞ്ഞു വരുന്ന കാലഘട്ടങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ ഈ ശുശ്രൂഷ ഫലകരമാക്കി തീർക്കാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് എന്ത് ജീവിതശൈലിയാണ് ഒരു ശുശ്രൂഷകൻ തൻ്റെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടത്? ക്രിസ്തുവിൽ കണ്ട ശുശ്രൂഷാ ശൈലി അല്ലാതെ മറ്റൊരു ജീവിതശൈലിയും ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുവാനായിട്ടില്ല. യഥാർത്ഥ ഇടയന്റെ മാതൃക പിൻപറ്റുമ്പോൾ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഒരു ശുശ്രൂഷകൻ വിളിക്കപ്പെടുന്നത് ദേശത്തിന്റെ കാവൽക്കാരനായിട്ടാണ്. ദേശത്തിന്റെ കാവൽക്കാരനായിരിക്കണമെങ്കിൽ അവിടെ വളരെയധികം ജാഗ്രത അത്യന്താപേക്ഷിതമാണ്. ഈ ജാഗ്രതയോടെയുള്ള സേവനം സഭയിലും സമൂഹത്തിലും നിർവഹിക്കണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ മുഖത്ത് കണ്ടതായ ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം അത് ഈ ശുശ്രൂഷകനിലൂടെ പ്രകാശമായി വിളങ്ങേണ്ടതായിട്ടുണ്ട്. ഇവിടെ വിശുദ്ധ പൗലോസ് പറയുന്നു, ഇതെവിടേക്കാണ് പകർന്നിരിക്കുന്നത്? ഈ നിക്ഷേപം പകരപ്പെട്ടിരിക്കുന്നത് മൺപാത്രത്തിലാണ്, എർത്തൺ വെസലിലാണ്. ഒന്ന് അതാണ് നമ്മളിവിടെ കാണുന്നത്. ആർക്കാണ് ഇന്ന് ഈ ശുശ്രൂഷ ഇത്ര ഭംഗിയായി നിർവഹിക്കാൻ കഴിയുന്നത്? നമ്മളൊന്ന് നോക്കിയാൽ, ഹു ഈസ് വർത്തി ടു ബി എ കണ്ടെയ്നർ ഫോർ ഗോഡ്സ് ലൈറ്റ് ആൻഡ് ഗ്ലോറി. ദൈവത്തിൻ്റെ പ്രഭയും വെളിച്ചവും ആക്കപ്പെടുന്ന കണ്ടെയ്നറുകളായി ആർക്ക് നിലനിൽക്കാൻ സാധിക്കും? നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം, ഹീസ് എ സ്മാർട്ട് പേഴ്സൺ, ബട്ട് സ്മാർട്ട് ഈസ് നോട്ട് ഇനഫ്. പ്യുവറസ്റ്റ് പേഴ്സൺ, ദാറ്റ് ഈസ് നോട്ട് പ്യുവർ ഇനഫ്. സ്മാർട്ടാണ്, പ്യുവറാണ്, വിശുദ്ധനാണ്, പക്ഷേ അതൊന്നും മതിയാവോളം ഇല്ല എന്നതാണ് ഒരു ഭൗതിക മനുഷ്യനെ സംബന്ധിച്ച് കാണാൻ സാധിക്കുന്നത്. ദ മോസ്റ്റ് സ്പിരിച്വൽ പേഴ്സൺ, നമ്മൾ പറയും, നല്ല ആത്മിക മനുഷ്യനാണ്. നമ്മൾ കാണുന്ന കണ്ണ് ഏതാണ്? ആത്മീയതയുടെ കണ്ണ്. നാം കാണുന്നത് പോലെയല്ല ദൈവത്തിൻ്റെ മുമ്പിൽ. ഈസ് നോട്ട് സ്പിരിച്വൽ ഇനഫ്. മോസ്റ്റ് ടാലന്റഡ് പേഴ്സൺ. ഇന്ന് ലോകം അന്വേഷിക്കുന്നത് അതാണല്ലോ. എത്ര കഴിവുകളുണ്ട്. ഒരു പള്ളിയിൽ ഒരു പട്ടക്കാരൻ ശുശ്രൂഷയ്ക്കായി വരുമ്പോൾ ദൈവജനം ശ്രദ്ധിക്കുന്നത് പാട്ട് പാടാൻ കഴിയുന്നുണ്ടോ, കുർബാനയൊക്കെ നല്ല ഭംഗിയായിട്ടാണോ ചൊല്ലുന്നത്, നല്ല പ്രസംഗമാണോ? അഭിമന്യ തിരുമേനി ഇന്നലെ പ്രിയപ്പെട്ട ശമ്മാശനോട് വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മുടെ സഭയിൽ ഒരു പട്ടക്കാരൻ, അദ്ദേഹത്തിൻ്റെ കുർബാനയും പ്രസംഗവും ഒന്നും അത്ര എടുത്തു പറയാൻ തക്കതൊന്നുമല്ല. പക്ഷെ അദ്ദേഹം ഇടവകകളിൽ 5 വർഷമെങ്കിലുമൊക്കെ പൂർത്തിയാക്കും. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ സ്നേഹത്തിൻ്റെ മാതൃകയാണ്, തലോടലിൻ്റെ മാതൃകയാണ്. കാരണം ഈ ശുശ്രൂഷ പകരപ്പെട്ടിരിക്കുന്നത്, ഈ അത്യന്തമായ ശക്തി പകരപ്പെട്ടിരിക്കുന്നത് മണ്ണിൽ നിന്ന് ദൈവം രൂപപ്പെടുത്തിയ മനുഷ്യ ശരീരത്തിലാണ്. ഇത് എൻ്റെ ഹൃദയത്തിലൂടെ വിളങ്ങുവാൻ കഴിയണമെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത്, വി ആർ ഓൾ ജസ്റ്റ് ക്ലേ പോട്ട്സ്. എന്താണ് ഈ ക്ലേ പോട്ട്സിൻ്റെ പ്രത്യേകത? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പാക്ക് ചെയ്ത് പോകുന്ന ഞങ്ങളുടെ അച്ഛന്മാർ, ഞങ്ങൾ ചില പാക്കറ്റുകളൊക്കെ കെട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ പുറത്തൊരു സെൻറ്റൻസ് എഴുതി വെക്കും, ഹാൻഡിൽ വിത്ത് കെയർ. സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം, എടുത്തെറിയല്ലെന്നാ പറയുന്നത്. എന്താ കാരണം? അതിനുള്ളിൽ പൊട്ടിപ്പോകുന്നതായ പലതും നിറച്ചിട്ടുണ്ട്. പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള ഒരു ജീവിതത്തിനുള്ളിലേക്കാണ്
ഈ ദൈവകൃപ പകരപ്പെട്ടിരിക്കുന്നത്. അത് നാം മനസ്സിലാക്കുമ്പോൾ മാത്രമേ ദൈവത്തിലുള്ള അത്യന്തികമായ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ നിലനിന്നുകൊണ്ട് ഈ മഹത്വകരമായ ശുശ്രൂഷ നിർവഹിപ്പാൻ സാധിക്കത്തുള്ളൂ. ഒരു പട്ടക്കാരൻ വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ അപ്പമെടുത്ത് മുറിക്കുമ്പോൾ, ഒരപ്പം മുറിച്ച് അതിനെ പലതായി മുറിച്ച് കഴിയുമ്പോൾ അത് ചിന്ന ഭിന്നമാകുകയാണ്, അതിൻ്റെ രൂപം നഷ്ടപ്പെടുകയാണ്, അതിൻ്റെ തനിമ നഷ്ടപ്പെടുകയാണ്. എന്നാൽ അതുപോലെ ഒരു വെല്ലുവിളി കൂടെ പട്ടക്കാരൻ ഏറ്റെടുക്കുകയാണ്. ഇതുപോലെ മുറിക്കപ്പെടുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ് നാം ഓരോരുത്തരും. ഓരോ പട്ടക്കാരനും മനസ്സിൽ കുറിക്കുന്നതാണ്, ഇത് മുറിക്കപ്പെടുന്നത് പോലെ മുറിക്കപ്പെടുവാനായിട്ടുള്ളതാണ്. ഇത് മുറിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? സമൃദ്ധമായ ജീവന്റെ അനുഭവങ്ങളുടെ പങ്കിടലുകളാണ്. തന്നെ തന്നെ മുറിച്ചു നൽകിയ തമ്പുരാൻ അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ മുറിക്കപ്പെടൽ ഒരു വലിയ സ്നേഹം നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയാണ്, ഒന്നുമല്ലാതായി തീരുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. അതിനൊരു കാരണമുണ്ട്. അതാണ് തുറന്നു പറയുന്നത്, യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടും. ഞങ്ങൾ ഇങ്ങനെയൊക്കെ തകർക്കപ്പെടുമ്പോഴും ഈ ആൾത്താരയിലെ ശുശ്രൂഷയിൽ കണ്ണുനീരോടെ ഈ ശുശ്രൂഷ അനുഷ്ഠിക്കുമ്പോൾ, ദൈവജനത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ, അവിടെ ഉടയ്ക്കലുകളുണ്ട്, വീണുപോകുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അവിടെയൊന്നും വീഴാതെ വണ്ണം, ഉടഞ്ഞു പോകാതെ വണ്ണം നിലനിർത്തുന്ന ദൈവത്തിൻ്റെ ആത്യന്തികമായ ശക്തിയിലാണ് നാം ആശ്രയിക്കുന്നത്. ഇവിടെ ഈ ശുശ്രൂഷയിലൂടെ എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത്? ഒരാൾത്താരയിൽ ശുശ്രൂഷ എന്ന് പറയുന്നത് ഇവിടം കൊണ്ടങ്ങ് അവസാനിക്കുന്നതല്ല. ഇത് ദൈവജനത്തിന്റെ നടുവിലേക്ക് ഇറങ്ങുന്ന ശുശ്രൂഷയാണ്. അതുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കണം? അവിടെ അനുതാപമുണ്ടാകണം, ബന്ധങ്ങളുടെ പുനർക്രമീകരണങ്ങൾ ഉണ്ടാകണം. ഇന്ന് ലോകത്തിൽ നാം ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അതാണ്. ഇന്നലെ ധ്യാനത്തിന് തൊട്ട് മുമ്പ് ഒരുമിച്ച് സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ അഭിവന്തി തിരുമേനി ഓർമ്മപ്പെടുത്തി, ഈ നാളുകളിൽ ആത്മഹത്യയുടെ എണ്ണം പെരുകുകയാണ്. ജീവിതത്തെ മുൻപിൽ പ്രതിസന്ധികൾ കാണുമ്പോൾ തളർന്നു പോകുന്ന ജീവിതങ്ങൾ, പിടിച്ചു നിൽക്കാൻ കെൽപ്പില്ലാതെ ജീവിതം തകർത്തു കളയുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന ലോകത്തിൽ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ധാരാളം വളർച്ചയുടെ കാലഘട്ടത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഇവിടെ ഈ പറയപ്പെട്ട രണ്ട് കാര്യങ്ങൾ ദൈവജനത്തിൻ്റെ ഇടയിൽ നിർവഹിക്കപ്പെട്ടേ ഒക്കൂ. സത്യാനുതാപത്തിലേക്ക് ദൈവജനത്തെ നയിപ്പാൻ ഒരു പട്ടക്കാരന് സാധിക്കണം. അവരുടെ ഇടയിലെ ഉടഞ്ഞുകിടക്കുന്ന, മുറിഞ്ഞു വീണ് കിടക്കുന്ന ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കാൻ കഴിയണം. എന്തുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം പൗലോസ് എഴുതാൻ കാരണമായത്? അവർ പക്ഷം ചേരൽ ആരംഭിച്ചു. ഭിന്നതകൾ അവരുടെ ഇടയിൽ കടന്നു കയറി. ആ ഭിന്നതകളുടെ പരിഹാരം ഓർമ്മപ്പെടുത്തുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. ഞങ്ങൾക്ക് പ്രിയപ്പെട്ട അച്ഛന്മാർക്ക് ശുശ്രൂഷാകാലം എന്ന് പറയുന്നത് 65 വയസ്സ് റിട്ടയർമെന്റ് നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ കൊണ്ട് ശുശ്രൂഷാകാലം പൂർണ്ണമാകുന്നില്ല. മരണത്തിലൂടെ മാത്രമാണ് ശുശ്രൂഷാകാലം പൂർണ്ണമാക്കപ്പെടുന്നത്. പൂർണ്ണമാക്കപ്പെടുന്ന സമയം വരെയും ജനത്തിന്റെ നടുവിൽ നിൽക്കേണ്ടവനാണ് ഒരു പട്ടക്കാരൻ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ശമാശ, അയക്കപ്പെടുന്നത് സുഖലോലുപതയുടെ നടുവിലേക്കല്ല, ദുർഘടങ്ങൾ നിറഞ്ഞ വഴിയുടെ അരികിലേക്കാണ്. പ്രതിസന്ധികൾ മുൻപിൽ വരുമ്പോൾ തളർന്നു പോകാതെ ഈ വചനത്തെ നുറുക്കുവാനായിട്ട് സാധിക്കണം. നുറുക്കുന്ന വചനം തൻ്റെ ജീവിതത്തിൻ്റെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുവാനായിട്ട് സാധ്യമായി തീരണം. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പങ്കിടൽ, എന്ത് പ്രസംഗിക്കുന്നു, ആരെ പ്രസംഗിക്കുന്നു, അതാവശ്യപ്പെടുന്ന ജീവിത ശൈലിയിലേക്കും മൂല്യങ്ങളിലേക്കും ഉയരുവാൻ ഒരു ശുശ്രൂഷകന് സാധിക്കണം. അതാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്. ആ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ശൈലി ഏതാണ് എന്ന് ചോദിച്ചാൽ ചില ശൈലികളെ നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ ആർദ്രതയും മനസ്സലവും ഉൾക്കൊള്ളുന്നതായ ജീവിത ശൈലി. ഒരുവന്റെ കണ്ണിലെ കണ്ണുനീർ കാണുമ്പോൾ അത് യാഥാർത്ഥ്യത്തിൻ്റെ കണ്ണുനീരാണെങ്കിൽ മനസ്സലിയുന്ന ഒരു ശുശ്രൂഷകൻ അവിടെ ഉണ്ടാകണം, കണ്ണുനീർ തുടയ്ക്കുവാൻ. ഇവിടെ
മോശയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് അല്പം എത്തി നോക്കാം. മോശ മലയിൽ നിന്നിറങ്ങി വരുമ്പോൾ കാണുന്നൊരു ചിത്രമുണ്ട്. അത് മറ്റൊന്നുമല്ല, അഹറോന്റെ നേതൃത്വത്തിൽ ജനം തുള്ളിക്കളിക്കുകയാണ് സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതായ കാളക്കുട്ടിയുടെ മുൻപിൽ. സാധാരണ നാം പ്രതീക്ഷിക്കുന്നത് കർശനമായി അവരെ താക്കീത് ചെയ്യുകയും അവരെ വഴക്കു പറയുകയും ചെയ്യേണ്ട ഒരു മോശയാണ്. പക്ഷെ മോശയെ ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ ദൈവത്തോട് അപേക്ഷിക്കുന്ന ഒരു അപേക്ഷയുണ്ട്. എൻ്റെ സ്വന്തം പേര് പോലും ജീവപുസ്തകത്തിൽ നിന്ന് മായിച്ച് കളഞ്ഞാലും കുഴപ്പമില്ല, ഈ ജനത്തോട് നീ ക്ഷമിക്കണമേ. ഓരോ പട്ടക്കാരനും കരങ്ങൾ ഉയർത്തി വിശുദ്ധ മദ്ബഹായിൽ ത്രോണോസിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ പുറത്ത് ദൈവജനമേ നിങ്ങൾ കരയുന്നവരാകണം. കാരണം ഇവിടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ അനുതാപത്തിന്റെ പ്രാർത്ഥനകളാണ്. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് നമ്മോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥനകളാണ്, നമ്മളോട് കരുണ തോന്നണമേ എന്നുള്ള പ്രാർത്ഥനകളാണ്. അവന്റെ ജനനത്തെയും മരണത്തെയും ക്രൂശാരോഹണത്തെയും മരണത്തെയും കബറടക്കത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും സ്വർഗാരോഹണത്തെയും വീണ്ടും വരവിനെയും അനുസ്മരിപ്പിക്കുന്ന ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുമ്പോൾ അതിനുള്ളിൽ നമുക്ക് അനുതപിക്കുവാൻ ഒരിടമുണ്ട്, നമുക്ക് മടങ്ങി വരുവാൻ ഒരിടമുണ്ട്. അത് ദൈവ സന്നിധിയിലേക്കാ. പള്ളിയിൽ വന്നിരുന്നത് കൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു എന്ന് പറയുവാനായിട്ട് സാധ്യമല്ല. എൻ്റെ ദൈവത്തിൻ്റെ മുൻപാകെ എൻ്റെ ജീവിതം ഞാൻ സമർപ്പിക്കുമ്പോഴാണ്. ഇവിടെ അതുകൊണ്ട് പൗലോസിന് ഇത് വ്യക്തമായ ഓർമ്മയുള്ള മനുഷ്യനാണ്. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ്. വിശുദ്ധനായാൽ മാത്രം പോരാ, സ്നേഹമുള്ളവനായാൽ മാത്രം പോരാ, വിശ്വസ്തനായി ഈ ശുശ്രൂഷ നിർവഹിപ്പാൻ കഴിയണം. അക്കൗണ്ടബിളാണ്. ദൈവത്തോടിത് അക്കൗണ്ടബിളാണ്. അതുകൊണ്ട് ഈ ദൗത്യം ദൈവത്തിൻ്റെ ദൗത്യമാണ്, ദൈവം ഭരമേൽപ്പിക്കുന്നതാണ്. അവൻ്റെ സമയം വരെയും നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിമിഷം വരെയും ഈ ദൗത്യം നമ്മുടെ മേലുണ്ട് എന്നത് ഓർക്കുമ്പോൾ നാം ആ ശുശ്രൂഷ അഭംഗുരം നിർവഹിപ്പാൻ ശക്തീകരിക്കപ്പെടണം. മറ്റൊന്ന് നാം ഇവിടെ കാണുന്നത് ക്രിസ്തുവിൻ്റെ ജീവനെ വെളിപ്പെടുത്തുന്ന ഒരു മർത്യ ശരീരമാണ്. Christ doesn't need local heroes to build his church. He needs crucified saints. ക്രൂശിക്കപ്പെടാൻ ഒരുക്കമുള്ളവനെയാ തമ്പുരാന് വേണ്ടത്. സ്വയത്തെ ഉയർത്തുവാൻ ഉള്ളവനെ അല്ല, സ്വയത്തെ തകർക്കുവാനുള്ളവനെയാണ് കർത്താവിന് വേണ്ടത്. കാരണം അവനിൽ വിളങ്ങിയതായ വെളിച്ചം നമ്മിലൂടെ വിളങ്ങേണ്ടതാണ്, പ്രകാശിക്കേണ്ടതാണ്. അവനിൽ കണ്ടതായ ജീവൻ നമ്മിലൂടെ പകരപ്പെടേണ്ടതാണ്. യേശുവിൻ്റെ മരണം, അതുകൊണ്ട് പൗലോസ് പറയുന്നു, യേശുവിൻ്റെ മരണം ശരീരത്തിൽ ഞങ്ങൾ എപ്പോഴും വഹിക്കുന്നു. ഒരു നിമിഷത്തേക്കല്ല, ഒരു സമയത്തേക്കല്ല, എല്ലായ്പ്പോഴും ക്രിസ്തുവിൻ്റെ മരണം ശരീരത്തിൽ വഹിക്കുകയും മറ്റുള്ളവരിൽ ജീവൻ നിലനിർത്തുവാൻ ത്യാഗസന്നദ്ധവും ക്രൂശാനുഭവമുള്ള ശുശ്രൂഷക്കാർക്ക് മാത്രമേ അത് സാധ്യമായി തീരുന്നുള്ളൂ. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് പറയാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. എവിടെയാണ് ഇന്ന് സഭയുള്ളത്? വിശുദ്ധ അഗസ്റ്റിൻ പറയുകയാണ്, എവിടെ കൂദാശ അനുഷ്ഠിക്കപ്പെടുന്നുവോ, വിശ്വാസം പ്രഖ്യാപിക്കുന്നുവോ, അവിടെ സഭയുണ്ട്. ഈ സഭയുടെ ശുശ്രൂഷ അതത്ര എളുപ്പകരമായി നിർവഹിപ്പാൻ സാധിക്കുന്നതൊന്നല്ല. സ്പെയിനിലെ അവില എന്ന സ്ഥലത്ത് ജനിച്ച് വളർത്തപ്പെട്ട ഹോൻ എന്ന ബാലൻ വൈദികനായത് ഒട്ടനവധി ദുരിതപൂർണമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെയാണ്. പിതാവിൻ്റെയും സഹോദരൻ്റെയും വേർപാട് മൂലമുണ്ടായ കഷ്ടനഷ്ടങ്ങളുടെ നടുവിൽ പഠിച്ച് വളർന്നതായ ഹോൻ തൻ്റെ വൈദിക പഠനം പൂർത്തിയാക്കി ജോൺ ഓഫ് സെയിൻറ്റ് മത്യാസ് എന്ന പേര് ആദ്യം സ്വീകരിച്ചു. തുടർന്ന് മറ്റൊരു മിഷൻ സഭയിലേക്ക് ശുശ്രൂഷയ്ക്കായി പ്രവേശിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം തൻ്റെ പേരൊന്ന് മാറ്റുകയാണ്. ജോൺ ഓഫ് ദി ക്രോസ്, ക്രൂശിലെ വിശുദ്ധ യോഹന്നാൻ. ആ നാമം സ്വീകരിച്ചു. ശുശ്രൂഷയിലെ പ്രതിസന്ധികൾ കാരണം അദ്ദേഹം തടവറയിൽ അടയ്ക്കപ്പെട്ടു. ഇന്ന് ഇന്ത്യയുടെ ചില കോണുകളിൽ ശുശ്രൂഷകർ തടവറയിൽ അടയ്ക്കപ്പെടുന്നതും പീഡിപ്പിക്കപ്പെടുന്നതും ഒരു പരമ്പരയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇതാ
ഈ ശുശ്രൂഷക്കാരൻ തടവറയിൽ അടയ്ക്കപ്പെട്ടു. എന്നാൽ ആ തടവറ അദ്ദേഹത്തെ തളച്ചിടാൻ പറ്റിയതായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തെ അവിടം കൊണ്ട് ചുരുക്കിക്കളയാൻ പറ്റുന്നതായിരുന്നില്ല തടവറ. കാരണം പകരപ്പെട്ടിരിക്കുന്നത് ദൈവിക ശോഭയാണ്, ദൈവത്തിന്റെ കൃപയാണ് തന്റെ ജീവിതത്തിൽ പകരപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ശുശ്രൂഷയിലെ പ്രതിസന്ധികളൊന്നും അദ്ദേഹത്തെ തളർത്തിയില്ല എന്നുള്ളത് കൊണ്ട് അവിടെ അനേക ഗ്രന്ഥങ്ങൾ രചിക്കുവാൻ അദ്ദേഹം മുഖാന്തരം ഇടയായി. പിന്നീട് അദ്ദേഹത്തെ നാം കാണുന്നത് സ്പാനിഷ് സാഹിത്യത്തിലെ ഒരു അതുല്യ പ്രതിഭയായിട്ടാണ്. ഇരുട്ടിന്റെ അനുഭവങ്ങളിൽ ദൈവ വെളിച്ചം കണ്ട മനുഷ്യനാണ് കുരിശിലെ വിശുദ്ധ യോഹന്നാൻ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോൾ നമ്മെ അത് സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് നയിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ശമാശ, ദൈവത്തിൻ്റെ സ്നേഹിതനാകുമ്പോൾ, ദൈവത്തിൻ്റെ ഹൃദയത്തിലെ പട്ടക്കാരനാകുമ്പോൾ വീഴാതെ നടക്കാൻ ദൈവം കൃപയേകും. കൂദാശകൾ അനുഷ്ഠിക്കുന്ന പട്ടക്കാരൻ കൗദാശിക അനുഭവത്തിലേക്ക് മറ്റുള്ളവരെ ആകർഷിച്ചും കൊണ്ട് തന്നെ സമർപ്പിക്കേണ്ടവനാണ്. ഇന്ന് ഇവിടെ വായിച്ച സദാ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിച്ചു. മണ്ണിൽ നിന്നുള്ള നിന്ദ്യമായ മൺകട്ട ഞാനായിരിക്കെ നിന്റെ ദിവ്യരഹസ്യങ്ങളുടെ ദാനങ്ങൾക്ക് നീ എന്നെ യോഗ്യതനുള്ളതാക്കി തീർക്കുന്നു. നമ്മെ യോഗ്യനാക്കി തീർക്കുന്നത് ദൈവമാണ്. നമ്മുടെ കഴിവും സാമർഥ്യവും നമ്മുടെ വൈഭവങ്ങളും ഒന്നുമല്ല ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് ആവശ്യം. ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവും അവൻ്റെ ജീവിതത്തിൻ്റെ സ്നേഹ ശൈലികളും നാം അവനിൽ വിളങ്ങിക്കണ്ടതായ ജീവൻ പകരുന്ന അനുഭവങ്ങളുമാണ് ഈ ശുശ്രൂഷയ്ക്ക് ഉപോത്ബലകമായി തീരേണ്ടത്. അതുകൊണ്ട് ദൈവിക മർമ്മങ്ങളുടെ ഗൃഹവിചാരകത്വം അത് നമ്മെ ഭരമേൽപ്പിക്കുമ്പോൾ നാം തകരാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ സഭയിൽ ശുശ്രൂഷ ഏറ്റവും ഭംഗിയായി നിർവഹിപ്പാൻ ദൈവത്തിൽ ആശ്രയിക്കണം. ഈ സഭ ഏതാണ്? ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നത് ഇത് വിശുദ്ധരുടെ കൂട്ടമാണ്. വിശുദ്ധ പൗലോസ് ഉപയോഗിക്കുന്നൊരു വാക്കാണ്, റൂട്ട് വേർഡിൽ അത് ഉപയോഗിക്കുന്ന ഹഗിയോസ് എന്ന വാക്കാണ്. ഈ വിശുദ്ധ എന്ന സഭാജനങ്ങളെ നാം അഭിസംബോധന ചെയ്യുമ്പോൾ ഈ സമൂഹത്തിൽ തന്നെ മൊറാലിറ്റി പ്രോബ്ലംസ് ഉണ്ട്, ഡോക്ട്രിനൽ പ്രോബ്ലംസ് ഉണ്ട്, ചർച്ച് ഗവൺമെൻറ് പ്രോബ്ലംസ് ഉണ്ട്, സ്പിരിച്വൽ ഗിഫ്റ്റ് പ്രോബ്ലംസ് ഉണ്ട്. ഇത് കൊരിന്ത് സഭയിൽ കണ്ടതാണെങ്കിൽ ഇന്നും അത് സഭയിൽ നിന്ന് നീങ്ങിപ്പോയിട്ടില്ല. ഇതിലധികമായ പ്രതികൂല സാഹചര്യങ്ങളെ വരും കാലങ്ങളിൽ പുതിയ തലമുറയിലെ പട്ടക്കാർക്ക് നേരിടേണ്ടതായിട്ട് വരും. ശുശ്രൂഷയിൽ തളരാതെ മുന്നോട്ട് ദൈവത്തിലുള്ള ശക്തിയിൽ ആശ്രയിച്ച് ദൈവം നമ്മെ ഫലമേൽപ്പിച്ച ശുശ്രൂഷ മറ്റുള്ളവരിൽ ജീവനെ വരുത്തുന്ന ശുശ്രൂഷയാണ്, മറ്റുള്ളവരിൽ സമാധാനം ഉളവാക്കുന്ന ശുശ്രൂഷയാണ്, നിരപ്പിൻ്റെ ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷ നിർവഹിപ്പാൻ പ്രിയപ്പെട്ട ശമാശനെ, ഇവിടെ ആയിരിക്കുന്ന പട്ടക്കാരായ ഞങ്ങളെ ഓരോരുത്തരെയും ചേർന്നു നിൽക്കുന്ന ദൈവജനത്തെയും ദൈവം ഒരുക്കട്ടെ. ദൈവത്തിൻ്റെ എല്ലാ സ്വർഗീയ ദാനങ്ങളാൽ നിറയപ്പെട്ടവരായി ഈ ദൈവത്തിൻ്റെ രാജ്യ ശുശ്രൂഷ പൂർണ്ണതയോടെ നിർവഹിപ്പാൻ ഈ മൺകൂടാരങ്ങളിൽ പകർന്ന നിക്ഷേപം അത് വിളങ്ങട്ടെ, അത് പ്രകാശം ആയിത്തീരട്ടെ. ദൈവത്തിൻ്റെ എല്ലാ നന്മകളാൽ നമ്മെ എല്ലാവരെയും നിറയ്ക്കട്ടെ. കേട്ട വചനത്തിന് മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, സമർപ്പണത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശമാശനെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ദേശത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവത്തിൻ്റെ അളവറ്റ കൃപകളാൽ നാം എല്ലാവരും നിറയപ്പെടുമാറാകട്ടെ. ആമേൻ.